അങ്ങനെ നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എന്നുള്ളതാണ്. ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ പിന്നെ ഊട്ടി കൊടൈക്കനാൽ ടൂറിൽ പോയി എന്നാണ് പറഞ്ഞത്. മൊബൈലിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവർ സ്ഥാനാർത്ഥി ആക്കി കളയുമെന്ന് പേടിച്ചിട്ടതാണ്. സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിന് കുറച്ചുകൂടി ഒരു ആവേശവും ഒരു രാഷ്ട്രീയമായ മത്സരത്തിന്, അല്ലെങ്കിൽ നിലമ്പൂരിൽ നിരന്തരമായിട്ട് അവരിങ്ങനെ അങ്ങനെ ഒരു രാഷ്ട്രീയ മത്സരത്തിന് അപ്പുറത്തുള്ള ചില സാധ്യതകളാണ് നിലമ്പൂരിൽ പരിശോധിച്ചിരുന്നത്. അപ്പോൾ അതേ സമയത്ത് സ്വരാജ് വരുന്നതോടുകൂടെ രാഷ്ട്രീയ മത്സരത്തിൻ്റെ സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ്, അതിൻ്റെ സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അല്ല, ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഏക പ്ലസ് പോയിന്റ് അദ്ദേഹം UDFൻ്റെ സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ പ്ലസ് പോയിന്റ് അദ്ദേഹത്തിന് ആവശ്യമില്ലല്ലോ. കാരണം UDFൻ്റെ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി ആവുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്കതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ടെൻഷനോ പ്രശ്നമില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വരാജ് വരുമ്പോൾ ചോദിക്കാവുന്ന ചില രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. അതിലൊന്ന്, സ്വരാജ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു പിണറായി മാനറിസമൊക്കെ ശരീരത്തിൽ ആവാഹിച്ച് ഒരു ബോഡി ലാംഗ്വേജൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം. ആ സമയത്താണ് അദ്ദേഹം പിണറായി ഭക്തി മൂത്തിട്ട് VS അച്യുതാനന്ദനെ പിന്നെ ചീത്ത വിളിക്കുന്നതൊക്കെ, പിതൃശൂന്യൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഷൗക്കത്തിനെ ഇന്ന് കാണുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ പോയതാണ് അനുഗ്രഹം വാങ്ങാൻ. അപ്പോൾ സ്വരാജ് ഇവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അച്യുതാനന്ദനെ പോയി കണ്ടിട്ടൊന്ന് മാപ്പ് ചോദിക്കേണ്ടതാണ്. അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് അനുഗ്രഹമൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു മാപ്പ് ചോദിച്ച് വരാവുന്നതാണ്. കാരണം അത്ര വലിയ പാതകമാണ് ചെയ്തത്. രണ്ടാമത്തൊരു വലിയ രാഷ്ട്രീയമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയം അതാണല്ലോ. സ്വരാജിൻ്റെ ഒരു പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു. അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് സ്വരാജ് വീണ്ടും ഒരു പോസ്റ്റ് എഴുതി. കാരണം മറുപടി പറയൽ അനിവാര്യമായ വിധത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു അത്. എന്തിനായിരുന്നു യുദ്ധം എന്നത് പാകിസ്ഥാനെ ഉണ്ടാക്കിയതാണ് എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം ഇന്ന് ലോകരാജ്യങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന സ്വരാജിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം അത്രമേൽ അനിവാര്യമായ ഒന്നാണ്. ഞങ്ങളുടെ ആത്മാഭിമാനത്തിന്, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ ക്ഷയതായിരുന്നു അത്. കലിമ ചൊല്ലണം, ചൊല്ലാത്തവരെ വെടിവെച്ച് കൊല്ലണം, പെണ്ണുങ്ങളെ കൊല്ലില്ല, അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ആണുങ്ങളെ കൊല്ലും എന്നൊക്കെ പറയുന്ന ഒരു മുസ്ലിം വിശ്വാസികളായ ലോകത്തിലെ സകല മനുഷ്യരുടെയും നെഞ്ചു പിളർക്കുന്ന വെടിയാണ് അവരുതിർത്തത്. അതുകൊണ്ട് ആ യുദ്ധത്തെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. പാകിസ്ഥാനല്ല, അതിനേക്കാൾ അപ്പുറത്ത് സൗദി അറേബ്യയാണ് അത് ചെയ്തതെങ്കിൽ ആ തോന്നിവാസത്തിൻ്റെ പുറകിലുണ്ടെങ്കിൽ അവർക്കെതിരെ രാജ്യത്ത് യുദ്ധം നയിക്കൽ ഒരു അനിവാര്യമായ പ്രശ്നമായിരുന്നു. ആ യുദ്ധത്തെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് കണ്ടത്? സ്വരാജ് ഇവിടെ വരുമ്പോൾ തന്നെ ഉത്തരം പറയേണ്ടുന്ന ചോദ്യമാണ് അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.